വേദിയിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സണും. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലിയായിരുന്നു വാക്കേറ്റം. UDF-ന്റെയും LDF-ന്റെയും മറ്റു നേതാക്കൾ കൂടി വിഷയം അങ്ങ് ഏറ്റുപിടിച്ചു. അതോടെ തർക്കമായി. അതൊന്ന് കാണാം. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി വീണ ജോർജ് അവർക്ക് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു മാഡം. അതായത് ഇവിടെ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു വ്യക്തത. 2016 ഓഗസ്റ്റിൽ നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അതിൽ 15 ജനറൽ ആശുപത്രികളാണ് വിട്ടുകൊടുത്തത്. അതിൽ 11ാമത്തെ ഇനമായിട്ട് ഏറ്റവും സമാദരണീയനായിരുന്ന പാണക്കാട് സായിദ് മുഹമ്മദ് സാഹിബ് തങ്ങൾ സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ആ ഓർഡറാണിത്, ഗവൺമെൻറ് ഓർഡർ. അപ്പോൾ അതുകൊണ്ട് അതാണിപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞത്. അത് ചെയർപേഴ്സൺ പറഞ്ഞതുകൊണ്ട് അതിൽ ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിൻ്റെ കാലത്ത് തന്നെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു അവ്യക്തത വേണ്ട. അത് അന്നത്തെ ഓർഡറാണിത്. ശരി ശരി, ഒരു കുഴപ്പമില്ല. ഇത് ഓർഡറാണ്. ഒരു കാര്യം ചെയ്തോട്ടെ. നമുക്ക് ഒരു കാര്യം, ഇതൊരു ഗവൺമെൻറ് ഓർഡറാണല്ലോ. അപ്പം ഞാൻ അല്ല, നമുക്കതിലൊരു അങ്ങനൊരു ഇത് പൊതുവായ വികാരമല്ലേ ഒരു അഷ്കർ അലി കരിമ്പ എത്തുന്നു നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, വേദിയിൽ തന്നെ മന്ത്രിയെ തിരുത്താനായി വരുന്നത് അടക്കം നമ്മൾ കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഈ ഓർഡറിലുള്ളതും പറഞ്ഞതും രണ്ടായി പോയോ? ആസുജ, നേരത്തെ തന്നെയുള്ള ഒരു വിഷയമാണ് അത്. പക്ഷേ പരസ്യമായ ഒരു വാക്കേറ്റത്തിന് സാഹചര്യം ഒരുക്കി എന്നുള്ളത് മാത്രമാണ്. ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മഞ്ചേരിയിലേക്ക് എത്തിയത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. അതിനുശേഷം മഞ്ചേരി MLA UA ലത്തീഫാണ് ഈ ജനറൽ ആശുപത്രി വിഷയം ഉയർത്തിവിട്ടത്. ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതടക്കമുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. എന്നാൽ UA ലത്തീഫ് പറഞ്ഞ് അവസാനിപ്പിച്ച പിന്നാലെ തന്നെ നിവേദനങ്ങൾ വാങ്ങുകയായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി തിരിച്ച് മൈക്കിനരികിലെത്തി അതിനപ്പോൾ തന്നെ മറുപടി നൽകുകയും ചെയ്തു. ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും വിഷയങ്ങളുമില്ല. അത് നഗരസഭയ്ക്ക് നിലവിൽ തന്നെ കൈമാറിയതാണ്. അതിന് മുൻകൂട്ടി ഓർഡർ ഉണ്ട്. ആ ഓർഡർ അടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മന്ത്രി മറുപടി നൽകിയത്. അതുകൊണ്ട് അതിൽ ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണ് എന്ന് മന്ത്രി മറുപടി നൽകുകയും ചെയ്തു. പക്ഷേ വേദിയിലുണ്ടായിരുന്ന നഗരസഭ അധ്യക്ഷ VM സുബൈദ ഉടനെ തന്നെ മന്ത്രിക്കെതിരെ മറുപടിയുമായി മന്ത്രിയുടെ അരികിലേക്ക് എത്തിയായിരുന്നു. മൈക്കിലൂടെ തന്നെ വിളിച്ചു പറയുകയും ചെയ്തു. മന്ത്രി വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയരുതെന്നായിരുന്നു നഗരസഭ അധ്യക്ഷ പറയുന്നത്. കാരണം ഓർഡർ ഇറങ്ങിയെങ്കിൽ പോലും പിന്നീട് അതിനുവേണ്ടി സമീപിച്ചപ്പോൾ നഗരസഭ അതായത് അഷ്കർ അലി, ഇത് ഒരു UDF-LDF തർക്കമായി മാറുകയായിരുന്നു. കാരണം LDF-ന് തുടർ ഭരണമാണല്ലോ. നേരത്തെ KK ശൈലജ ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രി, ഇപ്പോൾ വീണ ജോർജാണ് ആരോഗ്യമന്ത്രി. പക്ഷേ സർക്കാർ ഒന്നാണല്ലോ, പിണറായി സർക്കാരാണല്ലോ. അപ്പോൾ LDF UDF തർക്കമായി വേദിയിൽ നിന്ന് തന്നെ തുടങ്ങുകയും പിന്നീട് അത് തുടരുകയുമായിരുന്നു. തീർച്ചയായും. കാരണം നഗരസഭ എന്ന് പറയുന്നത് UDF ഭരിക്കുന്ന നഗരസഭയാണ്. അപ്പോൾ ഇത് നഗരസഭയ്ക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം നഗരസഭയ്ക്കായി. അപ്പോൾ നഗരസഭയെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് മന്ത്രിയും സർക്കാരും ചെയ്തത്. പക്ഷേ നഗരസഭാ അധ്യക്ഷ പറയുന്നു പൂർണ്ണമായും തങ്ങൾക്ക് അത് കൈമാറിയിട്ടില്ല. അതിൻ്റെ HMC ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കാൻ ഇതുവരെ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല, അതിനുള്ള അനുമതി തന്നിട്ടില്ല. അങ്ങനെ തരികയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് നഗരസഭയുടെ വാദം. ഈ രണ്ട് വാദങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവിടെ ഉണ്ടായത്. തൊട്ടു പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന LDF-ന്റെയും UDF-ന്റെയും നേതാക്കൾ VM ചോക്കത്തും VP ഫിറോസും അടക്കമുള്ള നേതാക്കൾ തന്നെ സ്റ്റേജിൽ വെച്ച് അതേ മൈക്ക് ഉപയോഗിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. സദസ്സിൽ നിന്നാണെങ്കിൽ നന്നായി കൂക്കിവിളികളും ആർപ്പുവിളികളും ഉണ്ടായി. രണ്ട് പ്രവർത്തകരും പരസ്പരം മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് പിന്നീട് ആ പ്രശ്നം അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ജനറൽ ആശുപത്രി